പ്രിയ വിദ്യാർത്ഥികളെ, ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് ഒരുക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നാം വിശദീകരിക്കുന്നത് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ എ ഗിവൺ പാസേജ്. വരുന്ന SSLC ഇംഗ്ലീഷ് പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തീർച്ചയായും ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടെക്സ്റ്റ് ബുക്ക് ലെസൺസിൽ നിന്നും ഏതെങ്കിലും ഒരു പാസേജ് നൽകും. ആ പാസേജിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. പാസേജിൽ വിശദീകരിക്കുന്ന പ്രധാന സംഭവങ്ങളെ ആൻസറായി കണ്ടുകൊണ്ട് ആ ആൻസർ ലഭിക്കാൻ പര്യാപ്തമായ അനുയോജ്യമായ ക്വസ്റ്റ്യൻസ് വിദ്യാർത്ഥികൾ എഴുതുക. ഇത്തരമൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് ആദ്യം അനുയോജ്യമായ ക്വസ്റ്റ്യൻ വേർഡ്സ് പരിചയമുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഓക്സിലറി വേർബ്സ് അറിഞ്ഞിരിക്കണം. ഓക്സിലറി വേർബ് ഇല്ലാത്ത സാഹചര്യത്തിൽ മെയിൻ വേർബിനെ ഡു, ഡസ്, ഡിഡ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ വേർഡ് ഓർഡർ, സാധാരണ സെന്റൻസിൽ നിന്നും വ്യത്യസ്തമായി ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പദങ്ങളെ ക്രമീകരിക്കേണ്ടത്, ഇവയും അറിഞ്ഞിരിക്കണം. WH ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ പരിചയമുണ്ടായിരിക്കണം. നമുക്ക് ഈ കാര്യങ്ങൾ മുൻകാല പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്ത മോഡൽ ക്വസ്റ്റ്യൻസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് വിശദീകരിക്കാം. ആദ്യം വിദ്യാർത്ഥികൾ പരിചയപ്പെടേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും സാധാരണമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഏതാനും ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഇവിടെ നൽകിയിരിക്കുന്ന ലിസ്റ്റ് പരിശോധിക്കുക. ഹൂ എന്നുള്ളത് സബ്ജക്റ്റിനെ കുറിച്ച്, ഒരു സെന്റൻസിൽ പറയുന്ന പ്രവൃത്തി ആര് ചെയ്തു എന്നുള്ള വ്യക്തിയെക്കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. ഹൂം എന്നുള്ളത് ആരെ, ഒബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. ഹൂസ് എന്നുള്ളത് പൊസസീവ് ആണ്, അതായത് ആരുടെ എന്ന അർത്ഥത്തിൽ. വേർ ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. വെൻ എന്നുള്ളത് സമയത്തെക്കുറിച്ചും, വാട്ട് എന്നുള്ളത് വസ്തുക്കൾ, ആശയങ്ങൾ, അതുപോലെ തന്നെ പ്രവൃത്തികൾ, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. വിച്ച് എന്നുള്ളത് ഒന്നിലധികം വസ്തുക്കളിൽ ചോയ്സ്, ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് എന്ന അർത്ഥത്തിൽ. വൈ കാരണത്തെക്കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. വാട്ട് കൈൻഡ് ഡിസ്ക്രിപ്ഷൻ, ഏത് തരത്തിൽപ്പെട്ട. വാട്ട് ടൈം വളരെ കൃത്യമായ സ്പെസിഫിക് അവർ, ആ കൃത്യ മണിക്കൂറിനെ കുറിച്ച് അല്ലെങ്കിൽ മിനിറ്റിനെ കുറിച്ച് ചോദിക്കാൻ വാട്ട് ടൈം എന്ന് ചോദിക്കുന്നു. ഹൗ മാനർ ഓർ വേ, ഏത് രീതിയിൽ, എങ്ങനെ എന്ന അർത്ഥത്തിൽ ഒരു പ്രവൃത്തി ഏത് രീതിയിൽ നടന്നു എന്നതിനെ കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്നു. ഹൗ മെനി നമ്പർ, കൗണ്ടബിൾ ആയിട്ടുള്ള എണ്ണാൻ പറ്റുന്ന സംഖ്യയെക്കുറിച്ച് ചോദിക്കുന്നു. ഹൗ മച്ച് എമൗണ്ട്, പ്രൈസ് അൺകൗണ്ടബിൾ ആയിട്ടുള്ള എണ്ണാൻ കഴിയാത്ത അളവിനെ കുറിച്ച്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വിലയെക്കുറിച്ചൊക്കെ ഹൗ മച്ച് എത്ര എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഹൗ ലോങ് ഡ്യൂറേഷൻ ഓർ ലെങ്ത്, ദൈർഘ്യത്തെക്കുറിച്ച് ചോദിക്കാൻ, സമയദൈർഘ്യത്തെക്കുറിച്ച്. ഹൗ ഓഫൻ ഫ്രീക്വൻസി, എത്ര പ്രാവശ്യം എന്നർത്ഥത്തിൽ. ഹൗ ഫാർ ഡിസ്റ്റൻസ്, അകലത്തെക്കുറിച്ച്. ഹൗ ഓൾഡ് ഏജ്, പ്രായം, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ ഹൗ ഓൾഡ് എന്ന് ഉപയോഗിക്കുന്നു. ദെൻ ഓക്സിലറി വേർബ്സ് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. നാം ഒരു ആൻസർ സെന്റൻസിനെ അടിസ്ഥാനമാക്കി ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ അതേ ആൻസർ സെന്റൻസിൽ ഒരു ഓക്സിലറി വേർബ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ ഓക്സിലറി വേർബ് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഉപയോഗിക്കാം. അങ്ങനെ പ്രകടമായ രീതിയിൽ ഒരു ഓക്സിലറി വേർബ് ഇല്ലാത്ത സാഹചര്യത്തിൽ ആ ആൻസർ സെന്റൻസിലെ മെയിൻ വേർബിനെ പരിഗണിച്ചുകൊണ്ട്, മെയിൻ വേർബ് ഒരു ബേസ് ഫോം രൂപത്തിലാണെങ്കിൽ, ഉദാഹരണത്തിൽ വർക്ക് പോലെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഡു എടുക്കാം. വർക്ക്സ് പോലെ ഒരു എസ് ഫോം വേർബ് ആണെങ്കിൽ ഡസ് എന്നുള്ള ഓക്സിലറി എടുത്ത് ദെൻ വേർബായിട്ട് വർക്ക് എന്നുള്ള ബേസ് ഫോമിനെ അവശേഷിപ്പിക്കാം. വർക്ക്ഡ് എന്നുള്ള ഒരു പാസ്റ്റ് വേർബിനെയാണ് നാം പരിഗണിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് എന്നുള്ള ഓക്സിലറി വേർബും ആ വർക്ക് എന്നതിൻ്റെ ബേസ് ഫോമായ വർക്കും സ്പ്ലിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വർക്ക് എന്നതിൽ ഡു അടങ്ങിയിരിക്കും. വർക്ക്സ് എന്നതിൽ ഡസ് എന്ന ഓക്സിലറിയും പിന്നീട് ബേസ് ഫോമായ വർക്കും അടങ്ങിയിരിക്കും. വർക്ക്ഡ് എന്ന പാസ്റ്റ് വേർബിൽ ഡിഡ് എന്നുള്ള ഓക്സിലറി വേർബും വർക്ക് എന്ന ബേസ് ഫോമും അടങ്ങിയിരിക്കും. ഈ കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക.
ഇനി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് ഓർഡർ ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ അതിലെ പദങ്ങളെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്. നമുക്ക് പ്രധാനമായും 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കാൻ ഉള്ളത്. WH ക്വസ്റ്റ്യൻസ് ആൻഡ് യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ പരിചയപ്പെട്ട WH ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതുക. അതിനുശേഷം ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ് കഴിഞ്ഞു വേണം സബ്ജക്റ്റ് എഴുതാൻ. സബ്ജക്റ്റ് കഴിഞ്ഞാൽ മെയിൻ വേർബ്. മെയിൻ വേർബും എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പൂർത്തീകരിക്കാൻ ആവശ്യമായ വാക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് നൽകുക. യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡിന്റെ ആവശ്യമില്ല. ഓക്സിലറി വേർബുകൾ കൊണ്ടാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തുടങ്ങേണ്ടത്. അനുയോജ്യമായ ഓക്സിലറി വേർബ് എഴുതിയിട്ട് സബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞാണ് മെയിൻ വേർബ് എഴുതേണ്ടത്. ശേഷം ക്വസ്റ്റ്യൻ പൂർത്തീകരിക്കാൻ ആവശ്യമായ മറ്റു വല്ല വാക്കുകളും ഉണ്ടെങ്കിൽ അതുകൂടെ എഴുതി ചേർത്ത് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് നൽകുക. നമുക്ക് ഏതാനും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. Question 1. Read the extract below and prepare 5 questions based on it. Asked in SSLC English Model Exam 2025. ഇക്കഴിഞ്ഞ SSLCയുടെ ഇംഗ്ലീഷ് മോഡൽ എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന പാസേജ് ആദ്യം വായിച്ച് മനസ്സിലാക്കാം. I was almost back at my classroom door when I heard voices raised in anger, as if in some sort of argument. I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what to do. I needed those shots and I was going to be late. But I didn't want to interrupt an argument between my teachers. I recognized the voices. Mr. Schmitz, my history teacher, and Mr. Booney, my maths teacher. They seemed to be arguing about me. I couldn't believe it. ഇതാണ് പാസേജ്. പാസേജ് ശരിക്കും വായിച്ച് അർത്ഥം മനസ്സിലാക്കി അതിലെ ഓരോ പ്രധാനപ്പെട്ട സംഭവത്തെയും ആൻസറായി കണ്ടുകൊണ്ട് അതൊരു ആൻസറായി കിട്ടാൻ ആവശ്യമായ ഏത് തരം ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടതെന്ന് ഭാവനയിൽ കാണുക. ഉദാഹരണത്തിന് നാം ആദ്യം ഒരു സെന്റൻസ് പരിഗണിക്കുന്നു. I was back at the classroom door when I heard voices raised in anger. വളരെ ദേഷ്യം പിടിച്ച ഒരു വാദപ്രതിവാദം പോലെയുള്ള ശബ്ദം കേട്ടപ്പോൾ ഞാൻ ക്ലാസ് റൂം വാതിൽക്കലായിരുന്നു എന്നാണ് നറേറ്റർ അഥവാ സ്പീക്കർ പറയുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാം. എവിടെയായിരുന്നു ഈ ശബ്ദം കേൾക്കുമ്പോൾ നറേറ്റർ? മറ്റൊന്ന്, ക്ലാസ് റൂം ഡോറിനരികെ എത്തിയപ്പോൾ നറേറ്റർ എന്താണ് കേട്ടത്? ഇങ്ങനെയുള്ള 2 ക്വസ്റ്റ്യനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യം എവിടെയായിരുന്നു നറേറ്റർ? എവിടെ എന്ന് ചോദിക്കാൻ വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഓക്സിലറി വേർബ് വേണം. ഐ വാസ് ബാക്ക് അറ്റ് ദ ക്ലാസ് റൂം ഡോർ എന്ന് പറയുന്ന ഭാഗത്ത് വാസ് എന്നുള്ള ഒരു ഓക്സിലറി വേർബ് ഉണ്ട്. അത് തന്നെയാണ് ആ സെന്റൻസിലെ അല്ലെങ്കിൽ ആ ക്ലോസിലെ വേർബും. അത് ഓക്സിലറി വേർബായിട്ട് പരിഗണിച്ചെടുക്കാം. വേർ വാസ്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഇവിടെ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർത്ത അല്ലെങ്കിൽ നറേറ്റർ, സ്പീക്കർ എന്നൊക്കെ പറയാം. വേർ വാസ് ദ നറേറ്റർ. ഇനി ഇതിൽ മറ്റൊരു മെയിൻ വേർബ് ഇല്ല. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പൂർത്തീകരിക്കാൻ ബാക്കി വരുന്ന ഭാഗം അതേപോലെ ചേർത്ത് കൊടുക്കുക. വേർ വാസ് ദ നറേറ്റർ വെൻ ഷീ ഹേർഡ് വോയിസസ് റേസ്ഡ് ഇൻ ആങ്കർ എന്ന രൂപത്തിൽ. ഇനി ക്ലാസ് റൂം ഡോറിനരികെ എത്തിയപ്പോൾ നറേറ്റർ എന്താണ് കേട്ടത് എന്നാണ് അടുത്ത ചോദ്യം. എന്ത് എന്ന് ചോദിക്കാൻ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഓക്സിലറി വേർബ് വേണം. ഓക്സിലറി വേർബ് നമുക്ക് ഈ സെന്റൻസിൽ തന്നെ കണ്ടെത്തണം. ഇവിടെ നമുക്ക് ചോദിക്കേണ്ട ഭാഗം ഐ ഹേർഡ് വോയിസസ് റേസ്ഡ് ഇൻ ആങ്കർ എന്നുള്ളതാണ്. ആ ഭാഗത്ത് ഒരു ഓക്സിലറി വേർബ് ഇല്ല. അപ്പോൾ നാം മെയിൻ വേർബിനെ പരിഗണിക്കണം. ഹേർഡ് എന്നുള്ള വേർബ്. ഹേർഡ് എന്നുള്ള വേർബ് ഒരു സിമ്പിൾ പാസ്റ്റ് വേർബാണ്. ആ വേർബിനെ നാം സ്പ്ലിറ്റ് ചെയ്ത് മാറ്റണം. ഹേർഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് വേർബിൽ അടങ്ങിയിരിക്കുന്നത് ഡിഡ് എന്നുള്ള പാസ്റ്റ് ഓക്സിലറി വേർബും പിന്നീട് ബേസ് ഫോമായ ഹിയർ എന്നുള്ളതുമാണ്. ഡിഡ് ഹിയർ എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് ഓക്സിലറി ആയി മെയിൻ വേർബുമായി. വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഡിഡ് എന്നുള്ള ഓക്സിലറി എടുത്തു. ദെൻ സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് ദ നറേറ്റർ ആണ്. അതും കഴിഞ്ഞ് ഹിയർ എന്നുള്ള മെയിൻ വേർബ്. വാട്ട് ഡിഡ് ദ നറേറ്റർ ഹിയർ. ദെൻ ബാക്കി വരുന്ന ഭാഗം വെൻ ഷി വാസ് ബാക്ക് അറ്റ് ദ ക്ലാസ് റൂം ഡോർ എന്നുള്ളതും ചേർത്തെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പാസേജിൽ നിന്ന് മറ്റൊരു സെന്റൻസ് പരിഗണിക്കാം. ഐ നീഡഡ് ദോസ് ഷോർട്സ്. എനിക്ക് ആ ഷോർട്സ് ആവശ്യമായിരുന്നു. നമുക്ക് ഈ സെന്റൻസിലേക്ക് ഒരു ചോദ്യം ചോദിക്കാം. നറേറ്റർക്ക് എന്തായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്? ഇവിടെ നമുക്ക് എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് ആവശ്യമുള്ളത്. അത് വാട്ട്. ശേഷം നമുക്ക് ഓക്സിലറി വേർബ് വേണം. ഐ നീഡഡ് ദോസ് ഷോർട്സ് എന്നുള്ള ആ സെന്റൻസിൽ ഒരു ഓക്സിലറി വേർബ് ഇല്ല. നീഡഡ് എന്നുള്ള മെയിൻ വേർബ് ഉണ്ട്. അതൊരു സിമ്പിൾ പാസ്റ്റ് വേർബാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഡിഡ് നീഡ് എന്ന് ലഭിക്കും. അതിൽ നിന്നും ഡിഡ് എന്നുള്ള ഓക്സിലറി എടുത്തു. ദെൻ സബ്ജക്റ്റ് ആയിട്ട് ഐ എന്ന് പറയുന്നത് ദ നറേറ്റർ ആണ്. അപ്പോൾ വാട്ട് ഡിഡ് ദ നറേറ്റർ എന്ന് കൊടുത്തു. ശേഷം വേർബ്. ഇനി ബാക്കിയുള്ളത് നീഡ് എന്നുള്ള ബേസ് ഫോം ആണ്. വാട്ട് ഡിഡ് ദ നറേറ്റർ നീഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലഭിച്ചു. ക്വസ്റ്റ്യൻ മാർക്ക് നൽകി അതെഴുതുക. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു സെന്റൻസ് പരിശോധിക്കാം. ഐ റെക്കഗ്നൈസ് ദ വോയിസസ്. ഈ സെന്റൻസിൽ നിന്നും നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാം. ഐ റെക്കഗ്നൈസ് ദ വോയിസസ്. ആ ശബ്ദം, വളരെ ദേഷ്യത്തോടു കൂടി രണ്ടുപേർ സംസാരിച്ചു കൊണ്ടിരുന്ന ആ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. നമുക്കിവിടെ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം. നറേറ്റർ ശബ്ദം തിരിച്ചറിഞ്ഞുവോ എന്ന രൂപത്തിൽ. നമുക്ക് ആവശ്യമുള്ളത് അനുയോജ്യമായ ഒരു ഓക്സിലറി വേർബാണ്. ഇവിടെ ഓക്സിലറി വേർബ് ഇല്ല. അതിനാൽ നാം റെക്കഗ്നൈസ്ഡ് എന്നുള്ള മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഡിഡ് റെക്കഗ്നൈസ്. ഡിഡ് എന്നുള്ള ഓക്സിലറി കഴിഞ്ഞ് സബ്ജക്റ്റായി ഐ എന്നതിനെ ദ നറേറ്റർ അല്ലെങ്കിൽ സ്പീക്കർ എന്നാക്കി മാറ്റുക. ഡിഡ് ദ നറേറ്റർ. ദെൻ മെയിൻ വേർബായിട്ട് അവശേഷിക്കുന്ന റെക്കഗ്നൈസ്. ഡിഡ് ദ നറേറ്റർ റെക്കഗ്നൈസ്. ഇനി വേണ്ടത് അവശേഷിക്കുന്ന ഭാഗമാണ് ദ വോയിസസ്. ഡിഡ് ദ നറേറ്റർ റെക്കഗ്നൈസ് ദ വോയിസസ്? ക്വസ്റ്റ്യൻ മാർക്ക്. ഇനിയും നമുക്ക് ഇതേ സെന്റൻസിനെ അടിസ്ഥാനമാക്കി മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാം. ഐ റെക്കഗ്നൈസ് ദ വോയിസസ്. ഞാൻ ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് നറേറ്റർ പറയുന്നത്. നമുക്ക് ചോദിക്കാം, എന്താണ് നറേറ്റർ തിരിച്ചറിഞ്ഞത്? എന്ത് എന്ന് ചോദിക്കാൻ വാട്ട്. ഇനി വേണ്ടത് ഓക്സിലറി വേർബാണ്. റെക്കഗ്നൈസ്ഡ് എന്നുള്ള മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് എന്നെടുത്തു. വാട്ട് ഡിഡ്. സബ്ജക്റ്റായി ദ നറേറ്റർ. അത് കഴിഞ്ഞ് മെയിൻ വേർബാണ് വേണ്ടത്. റെക്കഗ്നൈസ്ഡിൽ നിന്നും ഡിഡ് എടുത്തു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ബേസ് ഫോം റെക്കഗ്നൈസ്. വാട്ട് ഡിഡ് ദ നറേറ്റർ റെക്കഗ്നൈസ് എന്നിങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കാം. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് എഴുതാൻ വിദ്യാർത്ഥികൾ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ നാം ആവശ്യമായ 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനിയും ഈ പാസേജിനെ അടിസ്ഥാനമാക്കി വേറെയും ക്വസ്റ്റ്യൻസ് ധാരാളം തയ്യാറാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് മറ്റൊരു സെന്റൻസ് ഭാഗം ശ്രദ്ധിക്കുക. മിസ്റ്റർ സ്മിത്ത് മൈ ഹിസ്റ്ററി ടീച്ചർ ആൻഡ് മിസ്റ്റർ ബൂനി മൈ മാത്സ് ടീച്ചർ. ഈ ഭാഗത്തേക്ക് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും ചോദിക്കാം. ഹൂ വാസ് ദ നറേറ്റേഴ്സ് ഹിസ്റ്ററി ടീച്ചർ? ഹൂ വാസ് ദ നറേറ്റേഴ്സ് മാത്സ് ടീച്ചർ എന്നിങ്ങനെ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ക്വസ്റ്റ്യൻ 2. Read the following passage and prepare 5 questions based on it. Asked in the first terminal examination 2024. In a village called Nottingham, we found a suitable bamboo grove to film the first meeting between Gooby and Bagga and the appearance of the tiger. Mr. Tarrant reached the shooting location with a tiger. There were about 25 people in the location. A few local people took our permission to go with us to watch how we tackled the tiger. The cage on the lorry was covered. When the cover was removed, we were surprised to see not one but 2 well-fed and robust tigers. വിദ്യാർത്ഥികൾ ഈ പാസേജ് ശരിയാവിധം വായിച്ച് ഓരോ സെന്റൻസിന്റെയും അർത്ഥം പ്രത്യേകമായി നോട്ട് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി പ്രധാനപ്പെട്ട സംഭവങ്ങളെ ആൻസറായി കണ്ടുകൊണ്ട് അതിലേക്ക് അനുയോജ്യമായ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. ഓർക്കുക, 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധ്യതയുള്ളത്. WH ക്വസ്റ്റ്യൻ ആൻഡ് എസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ ആകുമ്പോൾ അനുയോജ്യമായ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ്
ഓക്സിലറി വേർബ് ചേർക്കുക. ഓക്സിലറി വേർബ് കഴിഞ്ഞാൽ സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് മെയിൻ വേർബ്. ദെൻ സെന്റൻസിനെ പൂർത്തീകരിക്കാൻ ആവശ്യമായ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്തെഴുതുക. യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ ആണ് തയ്യാറാക്കുന്നതെങ്കിൽ അനുയോജ്യമായ ഓക്സിലറി വേർബ് കഴിഞ്ഞ് സബ്ജക്റ്റ്, ദെൻ മെയിൻ വേർബ്, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഈ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കേണ്ടത്. നമുക്ക് ഈ പാസേജിലെ പ്രധാനപ്പെട്ട ഏതാനും സംഭവങ്ങളെ പരിഗണിക്കാം. ആദ്യം, ഇൻ എ വില്ലേജ് കോൾഡ് നോട്ടൻഗ്രാം വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബൂ ഗ്രove to film the first meeting between Gooby and Bagga and the appearance of the tiger. ഈ പാസേജിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് പ്രധാനമായും 3 ക്വസ്റ്റ്യൻസ് വരെ തയ്യാറാക്കാം. ഒന്ന്, where did they find a suitable bamboo grove? In a village called Nortongram we found a suitable bamboo grove എന്ന് പറയുന്ന ഭാഗത്തേക്ക്, നോട്ടൻഗ്രാം എന്ന പേരിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ അനുയോജ്യമായ ഒരു ബാംബു ഗ്രോവ് കണ്ടെത്തിയത്. സ്വാഭാവികമായും നമുക്ക് എവിടെയാണ് ബാംബു ഗ്രോവ് കണ്ടെത്തി എന്ന് ചോദിക്കാം. എവിടെ എന്ന് ചോദിക്കാൻ വേർ എന്ന ക്വസ്റ്റ്യൻ വേർഡ്, ശേഷം ഓക്സിലറി വേർബ് വേണം. ഈ ഭാഗത്ത് അനുയോജ്യമായ ഒരു ഓക്സിലറി വേർബ് ഇല്ല. അതുകൊണ്ട് ഫൗണ്ട് എന്നുള്ള മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഡിഡ് ഫൈൻഡ്. ദെൻ ദേ എന്നുള്ള ഒരു സബ്ജക്റ്റും ചേർത്തു. വേർ ഡിഡ് ദേ ഫൈൻഡ്. ദെൻ ബാക്കി വരുന്നത് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോവ് എന്നുള്ളതാണ്. അത് അതുപോലെ എഴുതി ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുക. വേർ ഡിഡ് ദേ ഫൈൻഡ് എ സ്യൂട്ടബിൾ ബാംബു ഗ്രോവ്. അടുത്തത് നമുക്ക് മറ്റൊരു രീതിയിൽ ചോദിക്കാം. നോട്ടൻഗ്രാം എന്ന വില്ലേജിൽ അവർ എന്താണ് കണ്ടെത്തിയത്? എന്ത് എന്ന് ചോദിക്കാൻ വാട്ട്. ദെൻ ഫൗണ്ട് എന്നുള്ള വേർബിനെ ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യുക. ഡിഡ് ഫൈൻഡ്. അതിൽ നിന്ന് ഓക്സിലറി ആയി ഡിഡ് എടുത്തു. ദെൻ സബ്ജക്റ്റ് ആയി ദേ എന്ന് നൽകി. വാട്ട് ഡിഡ് ദേ. അവശേഷിക്കുന്ന വേർബ് ഭാഗം ഫൈൻഡ്. വാട്ട് ഡിഡ് ദേ ഫൈൻഡ് ഇൻ നോട്ടൻഗ്രാം എന്നും ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് നൽകുക. ദെൻ ഈ സെന്റൻസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, they want to film the first meeting between Gooby and Bagga and the appearance of the tiger. ഇതാണ് ഗോപിയും ബഗയും തമ്മിലുള്ള ആദ്യ മീറ്റിംഗും അതുപോലെ തന്നെ ടൈഗർ പ്രത്യക്ഷപ്പെടുന്നതുമാണ് അവർക്ക് ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത്. നമുക്ക് ചോദിക്കാം, എന്തായിരുന്നു അവർക്ക് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്? വാട്ട് ഡിഡ് they want to film? ഈ രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കിയതും ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു സെന്റൻസ്, മിസ്റ്റർ ടോർച്ച് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് എ ടൈഗർ. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കും. ആരാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടൈഗറെയും കൊണ്ട് വന്നത്? ആരെന്ന് ചോദിക്കണം. അതുപോലെ തന്നെ എവിടെയാണ് മിസ്റ്റർ ടോർച്ച് ടൈഗറെ കൊണ്ടുവന്നത്? ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്ന് ആൻസർ കിട്ടുന്ന രൂപത്തിൽ. അപ്പൊ നമുക്ക് 2 ചോദ്യങ്ങളിലുള്ളത്, ഒന്ന് ആര് എത്തി എന്നുള്ളത്. വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നാം ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രവൃത്തി ആര് ചെയ്തു എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, അതായത് ഹൂ അല്ലെങ്കിൽ വാട്ട്, അതുമല്ലെങ്കിൽ വിച്ച്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സബ്ജക്റ്റിനെ കുറിച്ച്, പ്രവൃത്തി ചെയ്ത ആളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ചോ ആണ്. സബ്ജക്റ്റ് ആകുമ്പോൾ എപ്പോഴും ഒരു മനുഷ്യനായിക്കൊള്ളണമെന്നില്ല, മൃഗമാകാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമാകാം. എന്താകട്ടെ, സബ്ജക്റ്റിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഇല്ല എങ്കിൽ നാം ഇതുവരെ ചെയ്ത പോലെ വേർബിന് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേർബ് ഏത് ടെൻസിലാണോ അതേ ടെൻസ് തന്നെ പൂർണ്ണമായ രൂപത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നാം ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടൈഗറെ കൊണ്ട് വന്നത്? അതിന് 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹൂ റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് എ ടൈഗർ. ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് നാം റീച്ച്ഡ് എന്നുള്ള വേർബിനെ സ്പ്ലിറ്റ് ചെയ്തില്ല. കാരണം സബ്ജക്റ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഓക്സിലറി വേർബ് ഇല്ലാത്ത കേസിൽ നാം സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റീച്ച്ഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് അതേ രൂപത്തിൽ ചേർക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ ഹൂ റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് എ ടൈഗർ എന്ന് ചേർത്തെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കണം. ദെൻ എവിടെയാണ്
മിസ്റ്റർ ടോററ്റ് ടൈഗറെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ എത്തിച്ചേർന്നത് എന്ന് ചോദിക്കുമ്പോൾ എവിടെ എന്നുള്ളതാണ് നാം ചോദിക്കുന്നത്. അതിനാവശ്യമായ ക്വസ്റ്റ്യൻ വേർഡ് വേർ. ദെൻ ഓക്സിലറി വേർബ് വേണം. റീച്ച്ഡ് എന്നുള്ള വേർബിനെ നാം സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് എടുത്തു. വേർ ഡിഡ്. ദെൻ സബ്ജക്ട് മിസ്റ്റർ ടോററ്റ്. ദെൻ അവശേഷിക്കുന്ന വേർബ് റീച്ച്ഡ് എന്നിൽ ബാക്കിയുള്ളത് റീച്ച്. വേർ ഡിഡ് മിസ്റ്റർ ടോററ്റ് റീച്ച് വിത്ത് എ ടൈഗർ എന്നിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ശ്രദ്ധിക്കുക. മറ്റൊരു സെന്റൻസ് നമുക്ക് ഈ പാസേജിൽ നിന്ന് പരിഗണിക്കാം. There were about 25 people in the location. നമുക്ക് ഇതിലേക്ക് ചോദിക്കാം, ലൊക്കേഷനിൽ ഏകദേശം 25ഓളം ആളുകൾ ഉണ്ടായിരുന്നു. എത്ര പേർ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. എത്ര എണ്ണം എന്ന് ചോദിക്കാൻ നാം ഉപയോഗിക്കുന്നത് ഹൗ മെനി. എത്ര ആളുകൾ, ഹൗ മെനി പീപ്പിൾ എന്ന രൂപത്തിൽ. അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ശ്രദ്ധിക്കുക. ഹൗ മെനി പീപ്പിൾ ഇത്രയും കഴിഞ്ഞാൽ ഓക്സിലറി. ഇവിടെ നമുക്ക് ഓക്സിലറി ആയിട്ടും മെയിൻ വേർബ് ആയിട്ടും ഒക്കെ വേർ എന്നുള്ള വേർബ് മാത്രമാണ്. മറ്റൊരു ആക്ഷൻ വേർബിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് there were എന്നതിൽ നിന്നും വേർ എന്നുള്ള ഓക്സിലറി എടുത്തു. ഹൗ മെനി പീപ്പിൾ വേർ. ദെൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഡമി സബ്ജക്റ്റ് ആയ there എന്നുള്ള പദമാണ്. ഹൗ മെനി പീപ്പിൾ വേർ there. ഇത്രയും ആയിക്കഴിഞ്ഞ് ഇനി ഈ ക്വസ്റ്റ്യൻ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള ഭാഗമായ ഇൻ ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഹൗ മെനി പീപ്പിൾ വേർ ദർ ഇൻ ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്തത് ശ്രദ്ധിക്കുക. മറ്റൊരു സെന്റൻസ് പരിഗണിക്കുകയാണെങ്കിൽ, when the cover was removed, we were surprised to see not one but two well-fed and robust tigers. ഈ സെന്റൻസിൽ നിന്നും നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. ലോറിയിൽ ടൈഗറെ മൂടി കവർ ചെയ്ത് കൊണ്ടുവന്നത്, ആ കവർ നീക്കിയപ്പോൾ ഞങ്ങൾ ആകെ അമ്പരന്ന് പോയി, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒന്നല്ല 2 റോബസ്റ്റ് ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടായിരുന്നു അവരെല്ലാം സർപ്രൈസ്ഡ് ആയത്, അവർ ആശ്ചര്യപ്പെട്ടത്? അതിന് നമ്മൾ ചോദിക്കേണ്ടത് വി വേർ സർപ്രൈസ്ഡ് എന്നുള്ള ഭാഗത്തേക്കാണ് നാം ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ, ഒരു കാരണത്തെക്കുറിച്ച് ചോദിക്കാൻ വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുക. ദെൻ ഓക്സിലറി, അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, ദെൻ മെയിൻ വേർബിന്റെ ബാക്കി ഭാഗം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ഫോം ചെയ്യാം. വൈ were they surprised? എന്തുകൊണ്ട് അവർ അത്ഭുതപ്പെട്ടു? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ പരിശോധിക്കാം. ക്വസ്റ്റ്യൻ 3. Read the extract below and prepare 5 questions based on it. This question was asked in the second terminal examination 2024. His face looked as happy and innocent as a baby's, but I knew better. Without answering, I gave him a quick hug and ran to the bus. I cried on the walk home again, but this time because I was so happy. I couldn't wait to tell Grandpa and ran straight to the fields. I joined him in the row where he was working, and without saying anything, I crouched down and started pulling up the weeds with my hands. Grandpa worked alongside me for a few minutes, and he didn't ask what had happened. After I had a little pile of weeds between the rows, I stood up and faced him. ഈ പാസേജിൽ നിന്നും പ്രധാനപ്പെട്ട ഏതാനും സെന്റൻസുകൾ പരിഗണിച്ചുകൊണ്ട് അവ ആൻസറായി കണ്ടുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. ആദ്യം, ഹിസ് ഫേസ് ലുക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെന്റ് ആസ് എ ബേബീസ്. അദ്ദേഹത്തിന്റെ മുഖം ഒരു കൊച്ചുകുട്ടിയുടെ മുഖം പോലെ നിഷ്കളങ്കവും സന്തോഷവുമായി കാണപ്പെട്ടു. ഈ സംഭവത്തിലേക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അദ്ദേഹത്തിന്റെ മുഖം എങ്ങനെയാണ് കാണപ്പെട്ടത്? എങ്ങനെ എന്ന് ചോദിക്കാൻ അനുയോജ്യമായ ക്വസ്റ്റ്യൻ വേർഡ് ഹൗ. ദെൻ ഓക്സിലറി വേണം. പക്ഷേ ഈ സെന്റൻസിൽ ഓക്സിലറി ഇല്ല. നമുക്ക് ലുക്ഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് വേർബിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഡിഡ് ലുക്ക് എന്ന രൂപത്തിൽ. ഹൗ ഡിഡ് ഹിസ് ഫേസ് ലുക്ക് എന്നിങ്ങനെ ക്വസ്റ്റ്യൻ ലഭിക്കും. ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്, ഡിഡ് എന്നുള്ള ഓക്സിലറി, ദെൻ സബ്ജക്റ്റായി ഹിസ് ഫേസ്, മെയിൻ വേർബായി ലുക്ക് എന്നുള്ള വേർബും ചേർത്ത് ക്വസ്റ്റ്യൻ മാർക്ക് നൽകുക. മറ്റൊരു സംഭവം, വിതൗട്ട് ആൻസറിങ് I gave him a quick hug and ran to the bus. നമുക്കിവിടെ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, എന്താണ് നറേറ്റർ നൽകിയത് മറ്റേ ആൾക്ക്? വാട്ട് ഡിഡ് ദ നറേറ്റർ ഗവ് ഹിം? അതായത് വിതൗട്ട് ആൻസറിങ് ഐ ഗവ് ഹിം എ ക്വിക്ക് ഹഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ എന്നുള്ളത് നറേറ്റർ. അപ്പോൾ
ഇവിടെ ഓക്സിലറി വേർബ് ഇല്ല. ഗവ് എന്നുള്ള മെയിൻ വേർബിനെ നാം സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡിഡ് ഗിവ് എന്ന രൂപത്തിൽ. എന്ത് നൽകി എന്ന് ചോദിക്കാൻ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു. ഡിഡ് എന്നുള്ള ഓക്സിലറി, ദെൻ സബ്ജക്റ്റായി ഐ എന്നതിന് പകരം ദ നറേറ്റർ. അവശേഷിക്കുന്ന വേർബ് ഭാഗം ബേസ് ഫോം ഗിവ്. ഹിം എന്നുള്ളതും ചേർത്ത് വാട്ട് ഡിഡ് ദ നറേറ്റർ ഗിവ് ഹിം എന്നിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ വാട്ട് ഡിഡ് ദ നറേറ്റർ ഡു വിതൗട്ട് ആൻസറിങ് ഹിം. മറുപടി ഒന്നും പറയാതെ നറേറ്റർ എന്താണ് ചെയ്തത് എന്നും നമുക്ക് പകരം ചോദിക്കാം. ദെൻ മറ്റൊരു സെന്റൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം അഗൈൻ ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. ഈ പ്രാവശ്യവും വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വഴി നീളെ കരഞ്ഞു എന്ന് പറയുന്ന ഈ ഭാഗത്തേക്കൊരു ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ടായിരുന്നു ഈ പ്രാവശ്യവും നറേറ്റർ കരഞ്ഞത്? എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്. ദെൻ കരഞ്ഞു എന്നുള്ള ആ മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡിഡ് ക്രൈ എന്ന രൂപത്തിൽ. സബ്ജക്റ്റ് ദ നറേറ്റർ. ദെൻ ഈ പ്രാവശ്യവും എന്നർത്ഥം വരുന്ന ദിസ് ടൈം ചേർത്തുകൊണ്ട് ക്വസ്റ്റ്യൻ പൂർത്തീകരിച്ചിരിക്കുന്നു. വൈ ഡിഡ് ദ നറേറ്റർ ക്രൈ ദിസ് ടൈം? ഇനി നമുക്ക് മറ്റൊരു സെന്റൻസ് പരിഗണിക്കാം. ഐ കുഡന്റ് വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ്പ ആൻഡ് റാൻ സ്ട്രേറ്റ് ടു ദ ഫീൽഡ്. ഈ സെന്റൻസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് പ്രധാനമായ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന്, ആരോടാണ് നറേറ്റർക്ക് കാര്യം പറയാനുണ്ടായിരുന്നത്? ആരോട് എന്നർത്ഥത്തിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. ഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ദെൻ പറയാൻ ആഗ്രഹിച്ചത് വാണ്ടഡ് എന്ന അർത്ഥത്തിലുള്ള ഒരു വേർബിനെയാണ് നാം പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഓക്സിലറി ആയിട്ട് ഡിഡ് എടുത്ത് ദെൻ അവശേഷിക്കുന്ന വാണ്ട് എന്ന ബേസ് ഫോമും ചേർത്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഹോം ഡിഡ് ദ നറേറ്റർ വാണ്ട് ടു ടെൽ ദ മാറ്റർ? ആരോടാണ് ഈ കാര്യം നറേറ്റർക്ക് പറയാനുണ്ടായിരുന്നത്? മറ്റൊന്ന്, എങ്ങോട്ടാണ് നറേറ്റർ ഓടിയത്? റാൻ സ്ട്രേറ്റ് ടു ദ ഫീൽഡ്. നേരെ കൃഷിഭൂമിയിലേക്ക് ഓടി എന്ന് പറഞ്ഞ ആ ഭാഗത്തെയാണ് ആൻസർ ആയിട്ട് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് ഓടി എന്ന് ചോദിക്കണം. എവിടേക്ക്, എങ്ങോട്ട് എന്നൊക്കെ ചോദിക്കാൻ നാം വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ടു വേർ, എങ്ങോട്ട്, അതല്ലെങ്കിൽ വേർ ടു അവസാനത്തിലും ചേർക്കാവുന്നതാണ്. ഓക്സിലറി വേർബായി ഒരു ഓക്സിലറി വേർബ് ഇല്ലാത്തത് കൊണ്ട് റാൻ എന്നുള്ള സിമ്പിൾ പാസ്റ്റ് വേർബിനെ ഡിഡ് റൺ എന്ന രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്തു. Where did the narrator run to എന്ന രൂപത്തിൽ. വീണ്ടും മറ്റൊരു സെന്റൻസ് പരിശോധിക്കുക. Grandpa worked alongside me for a few minutes and he didn't ask what had happened. ഇവിടെ നമുക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഗ്രാൻഡ്പ എന്നോടൊപ്പം അല്പസമയം ജോലി ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് എന്നുള്ളത് ആൻസറായി കാണുക. എത്ര നേരം ഗ്രാൻഡ്പ നറേറ്ററുടെ കൂടെ ജോലി ചെയ്തു? മറ്റൊന്ന്, he didn't ask what had happened. അദ്ദേഹം എന്നോട് എന്താണ് സംഭവിച്ചത് എന്നൊന്നും ചോദിച്ചില്ല. നമുക്ക് അവിടെ ഒരു yes or no ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് സംഭവിച്ചത് എന്ന് ഗ്രാൻഡ്പ ചോദിച്ചുവോ എന്നിങ്ങനെ. ആദ്യം എത്ര നേരം എന്ന് ചോദിക്കാൻ ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ദെൻ ജോലി ചെയ്തു എന്നുള്ള വർക്ക്ഡ് എന്നുള്ള മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഡിഡ് ആൻഡ് വർക്ക് എന്ന രൂപത്തിൽ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഹൗ ലോങ് ക്വസ്റ്റ്യൻ വേർഡ്, ഡിഡ് ഓക്സിലറി, ഗ്രാൻഡ്പ സബ്ജക്ട്, ദെൻ മെയിൻ വേർബ് വർക്ക്. ബാക്കി അലോങ് സൈഡ് ദ നറേറ്റർ, നറേറ്ററുടെ കൂടെ എന്നുള്ളതും ചേർത്തുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്കും ചേർത്ത് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി. ദെൻ ഒരു yes or no ക്വസ്റ്റ്യൻ. ഡിഡ് ഹി ആസ്ക് ദ നറേറ്റർ വാട്ട് ഹാഡ് ഹാപ്പൻഡ്? നറേറ്ററോട് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചുവോ? ഡിഡ് എന്നുള്ള ഓക്സിലറി വേർബ് കൊണ്ട് തുടങ്ങി, ഹി എന്നുള്ള സബ്ജക്ട്, ദെൻ ആസ്ക് എന്നുള്ള മെയിൻ വേർബ്. ഡിഡ് ഹി ആസ്ക് ദ നറേറ്റർ വാട്ട് ഹാഡ് ഹാപ്പൻഡ്? ക്വസ്റ്റ്യൻ മാർക്ക്. ഈ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നമുക്ക് നൽകുന്ന ഒരു പാസേജിനെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യേണ്ടത് എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കും. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ വരുന്ന SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.